നടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ബിനോയ് എന്നോടൊപ്പം ചേരുന്നുണ്ട്. ബിനോയ്, പ്രതിപക്ഷ നേതാവിനെ ഒരു സമുദായ നേതാവ് പറയുന്നത് കേട്ടിട്ട് എന്താണ് ഈ കോൺഗ്രസ്സുകാർ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? കോൺഗ്രസ് നേതൃത്വം എവിടെ പോയി നിങ്ങളുടെ നേതൃത്വം? കേട്ടില്ല മോനെ, എന്തോ ചോദിച്ച? പ്രതിപക്ഷ നേതാവിനെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് കേട്ടില്ലേ? ഊളംപാറയിലേക്ക് അയക്കണം, കടുത്ത ഈഴവ വിരോധിയാണ്. ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ നടത്തുന്ന ഈ വെള്ളാപ്പള്ളിയെ ഒന്ന് അതിനൊരു മറുപടി പറയാൻ വേറെ ഒരു കോൺഗ്രസ് നേതാവും വരാത്തത് എന്താണ്? അല്ല, എല്ലാവരും നമസ്കാരം മനു, എല്ലാവരും മറുപടി പറയുന്നു. പിന്നെ ഒരു മതനേതാവ് എന്നുള്ള നിലയിൽ ഇന്നലെ പൂത്ത തകരയാണ് എന്നൊക്കെയാണ് പരിഹസിക്കുന്നത്. ഒരു കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് ഇന്നലെ പൂത്ത തകരയാണോ വി ഡി സതീശൻ എന്ന് നിങ്ങൾ ആരെങ്കിലും ചോദിക്കണ്ടേ? എ കെ ആന്റണിയോ കെ.സി. വേണുഗോപാലോ രമേശ് ചെന്നിത്തലയോ ഒന്ന് പറയട്ടെ എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്ര ധൈര്യമുണ്ട് വി ഡി സതീശന് എന്തെങ്കിലും പറഞ്ഞാൽ ഇവരാരും മിണ്ടില്ല എന്ന് വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ തോന്നുകയല്ലല്ലോ? അത് ഉറപ്പല്ലേ? അല്ല, ഞാൻ പറയട്ടെ, നമ്മൾ എല്ലാത്തിനും ഒന്നും മറുപടി പറയേണ്ട ആളല്ല അദ്ദേഹം. നല്ല പ്രായമുള്ള, നല്ല ഒരുപാട് പ്രായമായ, ഞാൻ പറയുന്ന അതേ ഭാഷയിൽ മറുപടി പറയണമെന്നല്ല, പക്ഷെ ഞങ്ങൾ ഇത് വി ഡി സതീശനൊപ്പമാണ്, അദ്ദേഹത്തെ തള്ളിപ്പറയാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ അതിനില്ല എന്തെങ്കിലും ഒന്ന് പറയണ്ടേ ഈ കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയൊക്കെ? വി ഡി സതീശനോടൊപ്പം തന്നെയാണ് ഞങ്ങൾ. ആരും ഇത് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞതിനെ ആരും തള്ളിപ്പറഞ്ഞിട്ടില്ല. ഞങ്ങൾ എല്ലാവരുടെയും സ്വരം അതുതന്നെയാണ്. ബഹുമാന്യനായ വെള്ളാപ്പള്ളി നോക്കിയും കണ്ടും സംസാരിക്കണം, നോക്കിയും കണ്ടും പറയണം. ഞങ്ങളെ പ്രതിപക്ഷ നേതാവിനെ വല്ലവും പറഞ്ഞാൽ വെള്ളാപ്പള്ളി അദ്ദേഹത്തിന്റെ ആലപ്പുഴയിൽ നിന്ന് ഇറങ്ങി ഹൈവേയിൽ കൂടി തിരുവനന്തപുരത്ത് പോകുന്നില്ല. അങ്ങനെ തെളിയിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അദ്ദേഹവും കേരള യാത്ര നടത്തിയപ്പോൾ നൗഷാദിനെ കുറ്റം പറഞ്ഞ് അദ്ദേഹം കൊല്ലം വഴി പാസ് ചെയ്യുന്ന പറഞ്ഞപ്പോൾ ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് പറഞ്ഞു കൊല്ലത്ത് വഴി പോകണമെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാർ തീരുമാനിക്കണം. പിന്നെ വെള്ളാപ്പള്ളിയുമായിട്ട് കടന്നടിക്കാൻ ഞങ്ങളെ അദ്ദേഹത്തിന്റെ അതേ വാല്യൂ ഉള്ള ആളല്ല. കാരണം വെള്ളാപ്പള്ളിയുടെ വീട്ടുകാർ പോലും അദ്ദേഹം പറയുന്നവർക്കല്ല വോട്ട് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് വെള്ളാപ്പള്ളി തോൽപ്പിക്കാൻ ജയിച്ചവരെല്ലാം ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ട്. അദ്ദേഹം വിജയിപ്പിക്കാൻ ശ്രമിച്ചവരെല്ലാം തോറ്റിട്ടുണ്ട്. അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഒരു വർഗീയവാദിക്കും ഒരു രാഷ്ട്രീയത്തിന്, അതായത് ജാതിക്കും മതത്തിനും അപ്പുറമാണ് കേരള രാഷ്ട്രീയം. അവിടെ ഒരു വർഗീയവാദിക്കും ചാൻസ് ഇല്ല, വിലയില്ലെന്നാണ് ബഹുമാന്യനായ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഞങ്ങൾ ഓരോരുത്തരും പറയുന്നത് അത് തന്നെയാണ്. ഒരു വർഗീയവാദിക്കും, അതായത് ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെ പറഞ്ഞു പ്രവീൺ തൊഗാഡിയയാണ് വെള്ളാപ്പള്ളി എന്നാണ് പറഞ്ഞത്. അതെന്താ അദ്ദേഹം തിരുത്താത്തത്? ആദ്യം പറഞ്ഞത് അദ്ദേഹമാ. അത്രയൊന്നും വി ഡി സതീശൻ പറയില്ല. വി ഡി സതീശൻ ഇന്നലെ എന്തുവാ അവിടെ കേരള യാത്രയിൽ AP അബൂബക്കർ മുസ്ലിയാരുടെ കേരള യാത്രയിൽ അദ്ദേഹം പറഞ്ഞു 1 മണിക്കൂറോളം മുഖ്യമന്ത്രി സംസാരിച്ചപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞു ഇതൊന്നും പറയാൻ മാത്രം പോരാ, പ്രവൃത്തിയിൽ കൂടി കൊണ്ടുവരണം. വെള്ളാപ്പള്ളിക്കെതിരെ ഒരു അക്ഷരം പേര് പോലും പ്രതിപക്ഷ നേതാവ് പറഞ്ഞില്ല. പക്ഷെ മുഖ്യമന്ത്രിയെ തിരുത്തുകയാണ് ചെയ്തത്. താങ്കൾ കവലപ്രസംഗം നടത്തിയാൽ പോരാ, ഇതനുസരിച്ച് ഈ പറയുന്ന കണക്ക് വർഗീയവാദികളെ വണ്ടി കേട്ടുന്നതും കൂട്ടുകെട്ടും ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞു. അല്ലാതെ പേരെടുത്ത് പ്രതിപക്ഷ നേതാവ്. പക്ഷേ ഇന്ന് വെള്ളാപ്പള്ളി ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ പേരെടുത്തു. താങ്കൾ പറഞ്ഞത് കണക്ക് പറഞ്ഞു ഊളംപാറയിൽ വിടണമെന്ന്. പക്ഷേ ഊളംപാറയിൽ വിടേണ്ടുള്ളത് വെള്ളാപ്പള്ളിയാണ്. സമുദായത്തിന്റെ പേര് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ സമുദായത്തിന്റെ പേര് പറഞ്ഞ് അടിച്ചു മാറ്റി വെള്ളാപ്പള്ളിയാണ് അവിടെ വിടേണ്ടുള്ളത്. പിന്നെ വെള്ളാപ്പള്ളിയോടൊന്നും ഞങ്ങൾ തർക്കില്ല. കാരണം ഒരു വയോധികനായ അദ്ദേഹത്തിന് വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടായിട്ട് അദ്ദേഹം പറയും. താങ്കളുടെ അഭിപ്രായം കൃത്യവുമാണ്. അപ്പോൾ നമ്മുടെ ഗോളന്തരം പറയുകയാണ് എൻ്റെ പഴയ ഹെയർ സ്റ്റൈൽ സൂപ്പറായിരുന്നു, ആ ഹെയർ സ്റ്റൈൽ തന്നെയായിരുന്നു നല്ലത്. അപ്പോൾ പക്ഷേ ഞാൻ എൻ്റെ ഇവിടുത്തെ ചില സുഹൃത്തുക്കളൊക്കെ വല്ലാതെ അത് മോശമായി എന്ന് പറഞ്ഞുകൊണ്ട് അടിസ്ഥാനത്തിലാണ് ഞാൻ മുടി വെട്ടിയത്. അപ്പോൾ അത് എനിക്ക് ആ ഹെയർ സ്റ്റൈൽ ആയിരുന്നു ഇഷ്ടം എന്ന് പറഞ്ഞ് 2 കൃത്യമൊക്കെ ഗോളാന്തരം അയച്ചു തന്നിട്ടുണ്ട്. ഏതായാലും ഇനിയിപ്പം പോയ മുടി ആന പിടിച്ചാലും തിരിച്ചു വരില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇനി വളരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് മുടി വളർത്തണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ അത് പിന്നെ വിചാരിച്ചു എല്ലാവരും അത് അത്ര നല്ല അഭിപ്രായം പറയാത്തതുകൊണ്ട് ഞാനത് വെട്ടിക്കളഞ്ഞു. അതാണ് പറ്റിയത്. ഏതായാലും അതിനെ ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ് ഗോളാന്തരം. പഴയ ഹെയർ സ്റ്റൈൽ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നാണ് പറയുന്നത്. ശരി. അപ്പോൾ അക്വേറിയസ് എന്നോട് പറയുന്നു പുരുഷ സുരക്ഷ ഉറപ്പുവരുത്താൻ നേതാക്കളെല്ലാം പുരുഷന്മാർക്ക് വോട്ട് ചെയ്യണം. പുരുഷന്മാർക്ക് ഇപ്പോൾ സുരക്ഷയ്ക്ക് എന്തെങ്കിലും കുറവുണ്ടോ? എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ചൊരു കുറവുള്ളതായി, സുരക്ഷയ്ക്കൊരു കുറവുള്ളതായി തോന്നുന്നില്ല. പൊതുസുരക്ഷയാണ് ആവശ്യം.
പിന്നെ നമ്മൾ ഈ ചില പുരുഷന്മാർ ഇപ്പോൾ പെടുന്നുണ്ട് അത്തരം പണികൾക്ക് പോകാതിരിക്കുന്നതാണ് നമുക്ക് ഇനിയുള്ള കാലത്ത് നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ശ്രീധരൻ പിള്ള പറയുന്നു, സ്കൂൾ യുവജനോത്സവ സമാപനം പോലും മാറ്റിവെച്ച് പൊതുവേദി സംപ്രേഷണം ചെയ്യുന്ന ന്യൂസ് 18-നും മനുവിനും അഭിനന്ദനങ്ങൾ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇനി ഗോളാന്തരവുമായി കമ്പനിയില്ല, CPM-ന് വോട്ട് ചെയ്യുമെന്നല്ലേ പറയുന്നതെന്നൊക്കെ ജയകുമാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അരുന്ധതി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട് കേട്ടോ. അരുന്ധതി നേരത്തെ ചേർന്നിട്ടുണ്ട്, ഹായ് മനു എന്നൊക്കെ എന്നോട് പറഞ്ഞാൽ മിസ് ചെയ്ത് പോയതാണ് അരുന്ധതി, സോറി. അപ്പോൾ അക്വേറിയസിൻ്റെ വലിയ ആവശ്യം മെൻസ് കമ്മീഷൻ വേണമെന്നാണ്. അദ്ദേഹം നമ്മുടെ രാഹുൽ ഈശ്വറിൻ്റെ അടുത്ത ആളായി മാറിയോന്ന് എനിക്കറിയില്ല. ഏതായാലും ശ്രീ കൃഷ്ണൻകുട്ടി മണിമല എന്നോട് ഇപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ കൃഷ്ണൻകുട്ടി മണിമല, ഇത് രണ്ടുപേരും ഒരു വേദിയിൽ, കേരള യാത്ര വേദിയിൽ മുഖ്യമന്ത്രിയും അതുപോലെ പ്രതിപക്ഷ നേതാവും സംസാരിച്ചു. അതിനെ തുടർന്നാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. ഇത് എന്തിൻ്റെ സൂചനയായിട്ടാണ് ശ്രീ കൃഷ്ണൻകുട്ടി മണിമലയ്ക്ക് തോന്നുന്നത്? ഇത് ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുമോ ഈ ആളെ കാറിൽ? നമസ്കാരം. ഏതായാലും വെള്ളാപ്പള്ളിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മഞ്ഞയൊക്കെ ധരിച്ചതിന് ഒരു പ്രത്യേക സന്ദേശം നൽകുന്നുണ്ട്. ഈ മഞ്ഞയാണ്, പക്ഷെ ആ മഞ്ഞ ഞാൻ നോക്കുകയായിരുന്നു. ഇത് ചെറിയ ഈ മഞ്ഞ ഒന്നല്ലേ? അതെ, പൊതുവേദി എന്നുള്ള അക്ഷരങ്ങൾ എഴുതിയേക്കുന്നത് മഞ്ഞയാണ്. ഒന്നാകെ മഞ്ഞമയമാണ് കാര്യങ്ങള്. സാധാരണ ഞങ്ങൾ ഈ പത്രക്കാരെ ആക്ഷേപിക്കാനെ ആളുകൾ പറയും മഞ്ഞ നിറമാണ് പറയുന്നത്, മഞ്ഞപ്പത്രം എന്നല്ലേ പറയുന്നത്. മഞ്ഞ ഞങ്ങൾ പൊതുവെ അങ്ങനെ ഇടാത്തൊരു നിറമാണ്. കാരണം മഞ്ഞപ്പത്രക്കാരൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മഞ്ഞ ഷർട്ട് ഇട്ടാൽ ഞാൻ അത് വേറെ ഇത് വേറെ, രണ്ടും മഞ്ഞയാണ്. അപ്പൊ ഈ വെള്ളാപ്പള്ളി വിഷയം നമ്മൾ കാണുമ്പോഴേ ഈ വെറുതെ ഇരുന്ന കൊച്ചിന്റെ കണ്ണിൽ ചുണ്ണാമ്പ് തേച്ചെന്ന് പറഞ്ഞതുപോലെ കുറെ നാളുകളായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അങ്ങനെ വന്നിട്ടാണ് മറ്റൊരു മതക്കാരുടെ വേദിയിൽ പോയി, അതായത് ഈ മുസ്ലിംസിന്റെ ഒരു വേദിയായിരുന്നല്ലോ ഇന്നലെ VD സതീശൻ പറഞ്ഞ കാര്യം, കേരള യാത്ര കാന്തപുരം അവിടെ പോയി ഈ പറഞ്ഞ പോലെ വെള്ളാപ്പള്ളി അധിക്ഷേപിക്കേണ്ടിയിരുന്നില്ല. അതൊരു ഇൻസൾട്ടായി എന്നാ എനിക്ക് തോന്നുന്നത്. വെള്ളാപ്പള്ളി അല്ല, അതേ മുഖ്യമന്ത്രിയാണ് പരാതി പറഞ്ഞത്, വെള്ളാപ്പള്ളിയെ പറ്റി പറഞ്ഞില്ലല്ലോ. അങ്ങനെ പക്ഷേ പറഞ്ഞത് എന്താണ് പറഞ്ഞത്? ആരെ കാറിൽ കയറ്റിയെന്നാ പറഞ്ഞേ? പേര് പറഞ്ഞില്ല. ആരെ കാറിൽ പേര് പറയാതെ ഈ ലോകം അറിഞ്ഞ കാര്യമല്ലേ ആരെ കാരെ കയറ്റിയെന്ന്. അത് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. പക്ഷേ പൊന്നാടി അണിയിച്ചെന്ന് പറയുന്നത് ആരെയാ പറഞ്ഞത്? ആരെ ഉദ്ദേശിച്ചാ പറഞ്ഞേ? അത് വെള്ളാപ്പള്ളിയെ ഉദ്ദേശിച്ച് തന്നെയാണെന്ന് അതായത് മുഖ്യമന്ത്രിയുടെ കാറിൽ കയറാനും ഒരു പൊന്നാട കിട്ടാനും അർഹതയില്ലാത്ത ഒരാളാണ് SNDP-യുടെ ജനറൽ സെക്രട്ടറി അയക്കുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എന്ന് തെറ്റില്ലെന്നല്ലേ പറഞ്ഞു. അല്ല, വെള്ളാപ്പള്ളിയെ ഉദ്ദേശിച്ച് ആണല്ലോ ഈ കാര്യങ്ങളൊക്കെ നടന്നത്. അവിടെ സംസാരിച്ചത് പൊന്നാട അണിയിക്കപ്പെട്ടു എന്നും പറഞ്ഞില്ലേ? പൊന്നാട അണിയിച്ചെന്ന് പറഞ്ഞില്ലേ? വിദ്വേഷ പ്രസംഗം നടത്തിയ ആൾ അടുത്ത ആഴ്ച പോയി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.